ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ പേരുണ്ടോ എന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച പരാതികൾ ജനുവരി 22 വരെ voters.eci.gov.in എന്ന പോർട്ടലിൽ സമർപ്പിക്കാം. അതേസമയം കൃത്യവും സംശുദ്ധവുമായ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനായുള്ള SIR നടപടികളുടെ പൂർത്തീകരണത്തിനായി രാഷ്ട്രീയ കക്ഷികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം വേണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്പെഷ്യൽ റോൾ ഒബ്സർവർ ഐശ്വര്യ സിംഗ് പറഞ്ഞു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പാസാക്കിയ സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അഥവാ ശാന്തി ബിൽ 2025 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ആണവോർജ്ജ ഉൽപാദനം, ആരോഗ്യ സംരക്ഷണം, ഭക്ഷണം, വെള്ളം, കൃഷി, വ്യവസായം തുടങ്ങിയവയിൽ ആണവ ശാസ്ത്രത്തിന്റെ പ്രയോഗം, സാങ്കേതികവിദ്യാ നവീകരണം എന്നിവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് വ്യവസ്ഥ ചെയ്യുന്നതാണ് ശാന്തി ബിൽ 2025. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 129ാം പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ GOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ ഈ മാസം 26 വരെ അറിയിക്കാം. കേരളത്തിൽ സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾക്ക് തുടക്കമായി. ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഈ മാസം 31 വരെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിലാണ് പ്രത്യേക ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. യാത്രാക്കൂലി പരിഷ്കരിച്ച് റെയിൽവേ. 215 കിലോമീറ്ററിൽ അധികമുള്ള യാത്രകൾക്ക് ഓർഡിനറി ക്ലാസിൽ കിലോമീറ്ററിന് 1 പൈസയാണ് വർദ്ധിക്കുക. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ AC ഇതര ക്ലാസുകൾക്ക് കിലോമീറ്ററിന് 2 പൈസ വീതം വർദ്ധിക്കും. ഓർഡിനറി ക്ലാസിൽ 215 കിലോമീറ്റർ വരെയുള്ള യാത്രാനിരക്കിൽ മാറ്റമില്ല. നിരക്കു വർധന ഈ മാസം 26 പ്രാബല്യത്തിൽ വരും. മണ്ഡല മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിലേക്കുള്ള തങ്ക അങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് നാളെ പുറപ്പെടും. ഈ മാസം 26 വൈകിട്ട് തങ്ക അങ്കി ചാർത്തി ദീപാരാധന നടക്കും. 27 മണ്ഡലപൂജ. ഇന്നലെ വൈകിട്ട് 5 വരെ 51,144 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. 8,682 പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്തി. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട റാം നാരായൺ ബഘേലിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. വാളയാർ പോലീസിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചു. സംഭവത്തിൽ 5 പേർ റിമാൻഡിലാണ്. BJP സംസ്ഥാന നേതൃസമിതി യോഗം ഇന്ന് കണ്ണൂരിൽ ചേരും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മാരാർജി ഭവനിൽ നടക്കുന്ന യോഗത്തിൽ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. UDF നേതൃയോഗം കൊച്ചിയിൽ ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയവും നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും യോഗം ചർച്ച ചെയ്യും. ഇരിങ്ങാലക്കുടയുടെ സാംസ്കാരിക ഉത്സവമായ വർണ്ണക്കുട 2025 ബ്രോഷർ പ്രകാശനം മന്ത്രി R ബിന്ദു നിർവഹിച്ചു. ഇരിങ്ങാലക്കുട അയ്യങ്കാവ് മൈതാനിയിൽ ഈ മാസം 26 മുതൽ 30 വരെയാണ് വർണ്ണക്കുട സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ് സീസൺ 2 ഗ്രാൻഡ് ഫിനാലെയിൽ കിരീടം നിലനിർത്തി ബിഗ് റോക്ക് മോട്ടോർ സ്പോർട്സ്. ഗ്രാൻഡ് ഫിനാലെയിൽ ISRL ബ്രാഞ്ച് അംബാസഡർ സൽമാൻ ഖാൻ ടീമുകൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. 21 രാജ്യങ്ങളിൽ നിന്നുള്ള 36 അന്താരാഷ്ട്ര റൈഡർമാർ ഇന്ത്യയിലെ മുൻനിര താരങ്ങൾക്കൊപ്പം മത്സരിച്ചു. വിശാഖപട്ടണത്ത് നടന്ന വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 5 മത്സര പരമ്പരയിലെ 2ാം മത്സരം നാളെ വിശാഖപട്ടണത്ത് നടക്കും. അവസാന 3 മത്സരത്തിന് തിരുവനന്തപുരം വേദിയാകും. ഇന്ന് രാജ്യം ഗണിതശാസ്ത്ര ദിനം ആചരിക്കുന്നു. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട വ്യക്തിത്വവുമായ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ഗണിതം, കല, സർഗാത്മകത എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ശാസ്ത്ര പുരോഗതിയിലും ദൈനംദിന ജീവിതത്തിലും ഗണിതത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനായാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കിടെ ശുചിമുറികൾ കണ്ടെത്താൻ സഹായകമാകുന്ന ക്ലൂ മൊബൈൽ ആപ്ലിക്കേഷൻ സംസ്ഥാനത്ത് നാളെ പുറത്തിറക്കും. ക്ലൂ സംവിധാനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷനാണ് ക്ലൂ ആപ്പ് സജ്ജമാക്കിയത്. മത്സ്യബന്ധനത്തിനായി വല വലിച്ചു കയറ്റുന്നതിനിടെ കപ്പി പൊട്ടി തലയിൽ വീണ് മത്സ്യത്തൊഴിലാളി മരിച്ചു. കണ്ണൂർ എലത്തൂർ സ്വദേശി വാമനൻ ആണ് മരിച്ചത്. മാഹി അഴിയൂർ ചോമ്പാൽ ഭാഗത്ത് ഇന്നലെയായിരുന്നു അപകടം. അതിർത്തി സുരക്ഷാ സേനയിലെ കോൺസ്റ്റബിൾ നിയമനങ്ങൾക്കുള്ള മുൻ അഗ്നിവീറുകളുടെ സംവരണം 10% നിന്ന് 50% ഉയർത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.